സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പൂർത്തിയായോ എന്ന് അറിയിക്കാൻ ഇഡിയോട് സുപ്രീം കോടതി. നയതന്ത്ര പാർസൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചോ എന്നറിയിക്കാൻ ഇഡിയോട് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ ഹൃഷികേശ് റോയ്, എസ്.വി. ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇഡിയുടെ അഭിഭാഷകരോട് നിർദ്ദേശിച്ചത്. കേസിൻ്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി അന്വേഷണ പുരോഗതി അന്വേഷിച്ചത്. ഇഡിക്ക് വേണ്ടി ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. അദ്ദേഹം സ്ഥലത്തില്ലാത്തതിനാൽ ഹർജി പരിഗണിക്കുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജൂനിയർ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിച്ച് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്ന 2 ആഴ്ചത്തേക്ക് മാറ്റി. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ചോ എന്ന കാര്യം അറിയിക്കണമെന്ന് ബെഞ്ച് ഇഡിയുടെ അഭിഭാഷകരോട് നിർദ്ദേശിച്ചു. കേസിൽ 27 പ്രതികൾ ഉണ്ടെന്നും എന്നാൽ ട്രാൻസ്ഫർ ഹർജിയിൽ വെറും 4 പേരെ മാത്രമാണ് ഇഡി കക്ഷി ചേർത്തിരിക്കുന്നതെന്നും എം ശിവശങ്കറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. സപ്ലിമെൻ്റ് കുറ്റപത്രം ഫയൽ ചെയ്ത് കഴിഞ്ഞതായും കേസിൻ്റെ വിചാരണ കഴിയും മുൻപേ മുഴുവൻ പ്രതികളുടെയും കേൾക്കണമെന്നും എന്നതാണ് കീഴ്വഴക്കമെന്നും ജയന്ത് മുത്തുരാജ് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം വാദം കേൾക്കുമ്പോൾ പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഈ കേസും ലാവ്ലിൻ കേസ് പോലെ ആകുമോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു. കാശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്നു. സൈനിക വീരമൃത്യു കൂടുന്നു. 4 പേർ കൂടി വീരമൃത്യു വരിച്ചു. ജമ്മു കാശ്മീർ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ദോഡ ജില്ലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഒരു ഓഫീസർ ഉൾപ്പെടെ 4 ഇന്ത്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസ് സംഘവും തിരച്ചിലിനായിരുന്നു. ആക്രമണം ഏറ്റുമുട്ടലിൽ 5 ജവാന്മാർക്ക് ഗുരുതരമായ പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ 48ഓളം സൈനികരാണ് കൊല്ലപ്പെട്ടത്. ജമ്മുവിൽ 60-ലധികം ഭീകരർ കാടുമായി ബന്ധപ്പെട്ട് യുദ്ധപരിശീലനം നേടി ഇറങ്ങിയതായി റിപ്പോർട്ടിലുണ്ട്. ഭീകരർക്ക് കാശ്മീരിൽ നിന്ന് തന്നെ രഹസ്യ സഹായം ലഭിക്കുന്നതായും ആരോപണങ്ങളുണ്ട്. ടാറ്റയും BSNLും കൈകോർക്കുന്നു. ജിയോ ഭീഷണി. സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെൽ, ജിയോയും റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപഭോക്താക്കൾ BSNLിലേക്ക് മാറുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ ഇപ്പോൾ BSNLും ടാറ്റയും കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യൻ ടെലികോം രംഗത്ത് വൻ കിടമത്സരത്തിന് വഴിയൊരുക്കും. കഴിഞ്ഞ മാസം ജിയോ ആണ് ആദ്യമായി ചാർജ് കൂട്ടിയത്. പിന്നാലെ എയർടെൽ, വോഡാഫോൺ, ഐഡിയ. 12% മുതൽ 25% വരെ വർദ്ധിച്ച സാധാരണക്കാരൻ്റെ കീശ കീറുന്ന വർധനമാണ് ഉയർത്തിയത്. ഇതോടെ ഉപഭോക്താക്കൾ BSNLിലേക്ക് ചേക്കേറാൻ തുടങ്ങി. BSNL 4G കണക്ടിവിറ്റി വൈകാതെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ടാറ്റയും BSNLും തമ്മിൽ അടുക്കുമ്പോൾ ജിയോന് ഭീഷണിയാകുമെന്ന് ഉപഭോക്താക്കൾ വിശ്വസിക്കുന്നു. ദിവസങ്ങളോളം ആനന്ദ് അംബാനിയുടെ ആർഭാട വിവാഹ ചടങ്ങുകൾ കണ്ട് ഇന്ത്യൻ ജനത അമ്പരക്കുകയായിരുന്നു. ട്രംപിനൊപ്പം വാൻസും മത്സരിക്കുന്നു. ഇന്ത്യൻ വംശജയായ വാൻസിൻ്റെ ഭാര്യ ഉഷ ചിലിഗുരിയാണ് US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി ട്രംപ് തിരഞ്ഞെടുത്തത്. ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ JD വാൻസിനെ സാധ്യതാ പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഫ്ലോറിഡ ഗവർണർ മാർക്കോ റൂബിയോ, നോർത്ത് ഡക്കോട്ട ഗവർണർ ഡഗ്ബൻ ഗം എന്നിവരെ പിന്തള്ളിയാണ് 39-കാരനായ വാൻസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. US സർക്കാരിൻ്റെ അറ്റോർണി ഇന്ത്യൻ വംശജ ഉഷ ചിലിഗുരിയാണ് വാൻസിൻ്റെ ഭാര്യ. ആന്ധ്രാപ്രദേശ് വേരുകളുള്ള ഉഷയുടെ ജനനം കാലിഫോർണിയയിലാണ്. ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ മകളായി സാന്റിയാഗോയിലായിരുന്നു കുട്ടിക്കാലം. 2013 മേയർ ലോ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ജീവിത പങ്കാളിയായി JD വാൻസിനെ കണ്ടുമുട്ടിയത്.
നിയമവിരുദ്ധം തേടിയ പിന്നാലെ 2014 ഇരുവരും ഹിന്ദു പുരോഹിതന്റെ സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. US വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ഉഷയുടെ ഭർത്താവിന് മത്സരിക്കാൻ അവസരം കിട്ടിയതിൽ എല്ലാ ഇന്ത്യക്കാരും സന്തോഷിക്കുന്നു. ഇന്ത്യൻ വംശജയായ കമലാദേവി ഹാരിസിനെയും ഇന്ത്യൻ ജനത ഓർക്കുന്നു. അവരുടെ ജനനം ഓക്ലൻഡ്, കാലിഫോർണിയയിൽ തന്നെയായിരുന്നു. ചിറ്റൂർ പുഴയിലെ നടുവിൽ കുടുങ്ങിയ 4 പേരെയും അഗ്നിരക്ഷാ ദൗത്യസേന രക്ഷപ്പെടുത്തി. ഒരു വൃദ്ധയായ സ്ത്രീയും 3 പുരുഷന്മാരുമാണ് ചിറ്റൂർ പുഴയുടെ നടുവിലുള്ള പാറയിൽ കുടുങ്ങിയത്. മൂലത്തറ റെഗുലേറ്റർ തുറന്നതോടെ ചിറ്റൂർ പുഴയിൽ വെള്ളം ഉയരുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും അഗ്നിരക്ഷാ സേനാ സംഘവും ചേർന്ന് ശക്തമായ നീരൊഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങി കയർ കെട്ടി കുടുങ്ങിയവരെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് കൂട്ടത്തിൽ യുവാവിനെ ആദ്യമായി കരയിലെത്തിച്ചു. പിന്നീട് ഓരോരുത്തരായി എല്ലാവരെയും രക്ഷപ്പെടുത്തി. ചിറ്റൂർ MLAയും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി രോഗിയും വനിതാ ഡോക്ടറും. മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ രോഗിയും ബന്ധുവും വനിതാ ഡോക്ടറും കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് CT സ്കാൻ റൂമിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ പണിമുടക്കിയത്. എന്നാൽ സാങ്കേതിക തകരാർ പരിഹരിച്ച ലിഫ്റ്റിൽ വീണ്ടും 3 ഡോക്ടർമാർ കുടുങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞാണ് തകരാർ പരിഹരിച്ച അവരെ പുറത്തെത്തിച്ചത്. MLAയുടെ വഴിമുടക്കിയതിന് ക്രൂരമർദ്ദനം, വാഹനം അടിച്ചു തകർത്തു. കാട്ടാക്കടയിൽ G. സ്റ്റീഫൻ MLAയുടെ കാറിന് വഴിമാറാത്തതിന് ഗർഭിണിയടക്കം കുടുംബത്തിന് ക്രൂരമർദ്ദനം. MLAയും DYFI പ്രവർത്തകരും ചേർന്നാണ് മർദ്ദനം നടത്തിയതെന്ന ആരോപണം. അവർ കാർ അടിച്ചു തകർക്കുകയും യുവതി മാല പൊട്ടിച്ചുവെന്നും ആണ് പരാതി. കാട്ടാക്കട കല്യാണത്തിന് പോയി തിരികെ വരുമ്പോഴാണ് സംഭവം. ബിനീഷും ഭാര്യ നീതുവും എന്നിവർക്കെതിരെയാണ് ആക്രമണം നടന്നത്. ബിനീഷിന്റെ നെഞ്ചിനും കൈക്കും മൂക്കിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയതായും അറിയുന്നു.